ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് പ്രതി മുരാരി ബാബുവിന്റെ വീട് നിർമ്മാണത്തിലും അന്വേഷണം. പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ്സിലേക്കാണ് അന്വേഷണം എത്തുന്നത്. ഒരേ കാലയളവിലായിരുന്നു ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിയതും വീട് പണിയും. 2 കോടിയോളം രൂപയിലാണ് വീട് നിർമ്മിച്ചത്. ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് പണിക്കുള്ള തേക്കിൻ തടികൾ വാങ്ങിയതെന്നും സൂചന. മുരാരി ബാബുവിന്റെ സുഹൃത്തിന്റെ തടി ഡിപ്പോയിൽ നിന്നാണ് തേക്കിൻ തടികൾ വീട് പണിക്കായി വാങ്ങിയത്. മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ അയ്യപ്പൻ, ഈ വീട് നിർമ്മിക്കുന്നത് 2 കോടിക്കോ 1 കോടിക്കോ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വീട് നിർമ്മിക്കാം. അതൊക്കെ ഓരോ വ്യക്തികളുടെയും ആവശ്യമാണ്. പക്ഷെ അത് ദേവന്റെ മുതൽ കട്ടുമുടിച്ചുകൊണ്ടാകരുത്. പാവപ്പെട്ട ഭക്തന്മാർ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന വസ്തുക്കൾ എടുത്ത് വിറ്റുകൊണ്ടാകരുത് എന്നുള്ളതാണല്ലോ ഇപ്പോഴിത് വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുന്നത്. ഈ വീടുമായി ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ആരംഭിച്ചോ മിഥുൻ? സംഘം പെരുന്നയിലെ മുരാരി ബാബുവിന്റെ വീടിൽ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിലാണ് ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും മുരാരി ബാബു വീട് നിർമ്മിച്ചത് 2019 എന്നുള്ളതാണ്. 2019 വീട് നിർമ്മിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ശബരിമല കൊള്ള നടന്നിട്ടുള്ളത്, സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീട് നിർമ്മാണത്തിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് ഇത്തരത്തിൽ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം ഉപയോഗിച്ച് അതിൽ നിന്ന് ലഭിച്ച പണം കൊണ്ടാണ് വീട് നിർമ്മിച്ചത് എന്നുള്ള സംശയത്തിലേക്കും അല്ലെങ്കിൽ അതിൽ രീതിയിലുള്ള വിവരങ്ങളിലേക്കും അന്വേഷണം എത്തിയിട്ടുള്ളത്. ഇപ്പോൾ 2 കോടിയോളം രൂപ ഈ വീട് നിർമ്മാണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്, രേഖകളുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. വിശദമായിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളെല്ലാം, ബാങ്കിംഗ് രേഖകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം SIT സംഘം ഈ വീട്ടിൽ നിന്ന് പരിശോധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംശയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രധാനമായും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വീട്ടിൽ ഒരുപാട് തടി ഉരുപ്പടികൾ ഉണ്ടായിരുന്നു, തേക്ക് തടികളാണ് ഉണ്ടായിരുന്നത്. ഈ തേക്ക് തടികൾ മുരാരി ബാബു സംഘടിപ്പിച്ചത് ഇത്തരത്തിൽ ക്ഷേത്രാവശ്യങ്ങൾക്കായി വേണ്ടി എന്ന തരത്തിൽ തടി സംഘടിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തിരുനക്കര, അതുപോലെ തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിൽ, ഈ ക്ഷേത്രങ്ങളിലേക്കും അതുപോലെ തന്നെ ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്കുള്ള പണിക്കെന്ന പേരിലാണ് തേക്ക് തടികൾ വാങ്ങിയത്. ആദ്യം കോട്ടയത്തെ സർക്കാർ തേക്ക് ഡിപ്പോയിലെ സമീപിച്ചെങ്കിലും അവിടെ തേക്ക് തടികൾ ഇല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് മുരാരി ബാബുവിന്റെ സ്വന്തം ഒരു സുഹൃത്തിന്റെ ഡിപ്പോയിൽ നിന്ന് തടികൾ സംഘടിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ സംഘടിപ്പിച്ച തടിക്ക് അത്രയും തടികളുടെ എണ്ണത്തിലുള്ള പണികൾ ഈ 2 ക്ഷേത്രങ്ങളിലായി നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ദേവസ്വം അധികൃതരുമായി നടത്തിയ വിവരശേഖരണത്തിൽ SIT സംഘം കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഒരു കട്ടിള പണിക്കായി തേക്ക് എത്തിച്ചപ്പോൾ അത് പണിക്ക് ഉതകുന്ന തരത്തിലുള്ള തേക്കല്ല, നിലവാരം കുറഞ്ഞ, ഗുണമേന്മ കുറഞ്ഞ തേക്കായിരുന്നതിന്റെ പേരിൽ അവിടെ നിന്ന് ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് അവിടെ നിന്ന് മാറ്റിയിരുന്നു. ആ പണി നിർത്തിവെച്ചിരുന്നു. അത്തരത്തിലുള്ള സംഭവവികാസങ്ങളും ഈ സമയത്തുണ്ടായി. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മുരാരി ബാബുവിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. 2019 കാലയളവിൽ, അതായത് ശബരിമലയിൽ നിന്നും ഈ സ്വർണ്ണപ്പാളികൾ കാണാതാകുന്ന സമയത്ത് തന്നെയാണ് ഇയാൾ പെരുന്നയിൽ 2 കോടി രൂപ മുടക്കി വീട് നിർമ്മിച്ചത്. അതിനാൽ ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം, അതിന്റെ പണവും മറ്റും ഉപയോഗപ്പെടുത്തിയാണോ ഈ വീട് നിർമ്മാണം എന്ന സംശയത്തിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തുകയാണ്. അതിനാൽ ഈ മുരാരി ബാബുവിന്റെ 2 കോടി രൂപയുടെ വീടും ഈ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നുവെന്ന വാർത്തയാണ് മിഥുൻ അയ്യപ്പൻ കോട്ടയത്ത് നിന്നും നൽകിയത്.